ഗുഡ് മോർണിംഗ്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th മോഡ്യൂളിലെ ഒരു ടോപ്പിക്കായ മാർക്കോവ് ചെയിൻ ആണ്. എന്താണിത് മാർക്കോവ് ചെയിൻ എന്ന് നോക്കാം. എ റാൻഡം പ്രോസസ്, ഒരു റാൻഡം പ്രോസസ് ആകുമ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്ത് രണ്ട് സെറ്റുകൾ ഉണ്ടാവും. ഏതൊക്കെയാണ് അത്? ഒന്ന് ടൈം ഇൻഡെക്സ് സെറ്റ് ടിയും ആൻഡ് സ്റ്റേറ്റ് സ്പേസ് ഇ. ഇത് രണ്ടും ആണ് ഒരു റാൻഡം പ്രോസസിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്ന സെറ്റുകൾ. അപ്പോൾ ഈ രണ്ട് സെറ്റുകളുടെ നാച്ചറൊക്കെ നോക്കി നമ്മൾ ഒരു റാൻഡം പ്രോസസിനെ 4ആയി ക്ലാസിഫൈ ചെയ്തൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കോവ് ചെയിൻ എന്ന് പറഞ്ഞാൽ എ റാൻഡം പ്രോസസ് with T and E discrete. ഇത് രണ്ടും ടിയും ഇയും രണ്ടും ഡിസ്ക്രീറ്റ് ആണ്. അതായത് ടൈമും ഡിസ്ക്രീറ്റ് സെറ്റ് ആയിരിക്കണം, അതുപോലെ സ്റ്റേറ്റ് സ്പേസ് ഇയും ഒരു ഡിസ്ക്രീറ്റ് സെറ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു റാൻഡം പ്രോസസ് ഈ സെറ്റ് ടു ബി a Markov chain is said to be a Markov chain if it satisfies a condition. What is that condition? Probability of xn plus 1 equal to y given xn equal to x. This j, xn plus 1 equal to j, xn equal to I, given xn minus 1 equal to in minus 1, etc. x naught equal to I naught. This equal to probability of xn plus 1 equal to j given xn equal to I. What is that condition? ഇവിടെ നമുക്ക് ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ് രണ്ട് സൈഡിലും വന്നിട്ടുള്ളത്. എന്താണ് ഈ ഫസ്റ്റിലെ കണ്ടീഷണൽ പ്രോബബിലിറ്റി? n+1 ടൈമിലുള്ള xn+1 ഈക്വൽ ടു j എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു പ്രത്യേക രീതിയിലുള്ള നൊട്ടേഷൻ ആണ്, അത് ആദ്യം പറയണമായിരുന്നു. xn ഈക്വൽ ടു I എന്ന രീതിയിൽ നമ്മളൊരു റാൻഡം പ്രോസസ്സിൽ, ഇങ്ങനെ ഒരു റാൻഡം പ്രോസസ്സിൽ ടൈമും അതുപോലെ സ്റ്റേറ്റ് സ്പേസും രണ്ടും ഡിസ്ക്രീറ്റ് ആണെന്ന് പറഞ്ഞല്ലോ ഇതില്. അങ്ങനെ ഒരു റാൻഡം പ്രോസസ്സിൽ xn ഈക്വൽ ടു I എന്ന് എഴുതി കഴിഞ്ഞാൽ അത് വായിക്കേണ്ടത് എങ്ങനെയാണ്? ദ പ്രോസസ് ഈസ് ഇൻ സ്റ്റേറ്റ് I അറ്റ് ടൈം n. ഇവിടെ n ടൈമാണ്, I എന്ന് പറയുന്നത് സ്റ്റേറ്റ് സ്പേസിലെ ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ xn ഈക്വൽ ടു I എന്ന് പറഞ്ഞാൽ വായിക്കേണ്ടത് ഇങ്ങനെയാണ്: ദ റാൻഡം പ്രോസസ് അറ്റ് ടൈം n ഈസ് ഇൻ ദ സ്റ്റേറ്റ് I, അല്ലെങ്കിൽ ദ റാൻഡം പ്രോസസ് ഈസ് ഇൻ സ്റ്റേറ്റ് I അറ്റ് ടൈം n എന്നാണ്. അപ്പൊ ഇവിടെ അതേപോലെ തന്നിരിക്കുന്ന ഒരു നൊട്ടേഷൻ നോക്കൂ. xn+1 ഈക്വൽ ടു j ആകാനുള്ള പ്രോബിലിറ്റിയാണ് ഇവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. എന്താണ് ഇത് മീൻ ചെയ്യുന്നത്? ദ പ്രോസസ് ഈസ് ഇൻ സ്റ്റേറ്റ് j അറ്റ് ടൈം n+1, അതാവാനുള്ള പ്രോബിലിറ്റി. ഓക്കെ, jth സ്റ്റേറ്റ് ടൈം n+1 അറ്റൈൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ത്? ഗിവൺ ഒരു കണ്ടീഷനും കൂടി തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് കണ്ടീഷൻ? അറ്റ് ടൈം എന്നില് ദ പ്രോസസ് ഈസ് ഇൻ സ്റ്റേറ്റ് I, n-1 ടൈമില് പ്രോസസ് in-1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലായിരുന്നു, എക്സെട്ര 0th ടൈമില് അറ്റ് ടൈം 0 ദ പ്രോസസ് ഈസ് ഇൻ I0. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗിവൺ ആയിട്ട് തന്നിട്ടുണ്ട്. എങ്കിൽ n+1 ടൈമില് jth സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ത്? അതാണ് ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുള്ള കണ്ടീഷണൽ പ്രോബിലിറ്റി. ദാറ്റ് ഈക്വൽ ടു മാർക്കോവ് ചെയിൻ ആണെങ്കിൽ ദാറ്റ് കണ്ടീഷണൽ പ്രോബിലിറ്റി മസ്റ്റ് ബി ഈക്വൽ ടു n+1 ഈക്വൽ ടു j അല്ലെ? അതായത് അറ്റ് ടൈം n+1 jth സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഗിവൺ xn ഈക്വൽ ടു, അതായത് അറ്റ് ടൈം n ith സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റിക്ക് ഈക്വൽ ആണ്. അതായത്
ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻസില് ഗിവൺ കണ്ടീഷൻസില് ആദ്യത്തെ ഒരു അല്ലെങ്കിൽ ഈ പ്രസന്റ് സ്റ്റേറ്റിനെ മാത്രമാണ് ഈ പ്രോബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത് n+1 എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു ടൈമിലുള്ള ഒരു സ്റ്റേറ്റ് അച്ചീവ് ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യമായിട്ട് അസ്യൂം ചെയ്യാം. ഇത് n+1 ഫ്യൂച്ചർ, n എന്ന് പറയുന്നത് നമുക്ക് പ്രസന്റ് ആയിട്ട് വിചാരിക്കാം. ടൈം എന്ന് പറയുന്നത് ഇപ്പൊ പ്രസന്റ് ടൈം ആണെന്ന് വിചാരിക്കാം. ഈ n-1, n-2 എക്സെട്ര x0 എന്ന് പറയുന്ന ആ ടൈം അതൊക്കെ നമുക്ക് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളായിട്ട് അസ്യൂം ചെയ്യാം. അപ്പോ ഒരു റാൻഡം പ്രോസസ് with a discrete time and discrete state space is said to be a Markov chain if future state ഈ റാൻഡം പ്രോസസിന്റെ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ പ്രസന്റ് സ്റ്റേറ്റ് ആൻഡ് നോട്ട് ഓൺ ദ പാസ്റ്റ്. അതാണ് ഇത് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് n+1 ടൈമിലുള്ള ഒരു സ്റ്റേറ്റ് എന്താവണം തീരുമാനിക്കുന്നത് പ്രസന്റ് സ്റ്റേറ്റ് ആയ nth ടൈമിലെ സ്റ്റേറ്റ് ഏതാണെന്നാണ്. ബാക്കിയുള്ള മുൻപുള്ള ടൈമിലുള്ള n-1, n-2 ടൈമിലുള്ള കാര്യങ്ങളൊന്നും ഈ n+1 ടൈമിൽ ഏത് സ്റ്റേറ്റ് ആയിരിക്കുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത് നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതെന്താണ് ഒരു മെമ്മറിലെസ് പ്രോപ്പർട്ടി ആയിട്ട് വരും. നമ്മൾ കഴിഞ്ഞ ഒരു സെക്കൻഡ് മൊഡ്യൂളിലൊക്കെ നമ്മൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ മെമ്മറിലെസ് പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം അതേപോലത്തെ പ്രോപ്പർട്ടിയാണിത്. ഓക്കെ, അതായത് അതിലും നമ്മൾ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. ഫ്യൂച്ചർ ബിഹേവിയർ ഓഫ് ദ റാൻഡം പ്രോസസ് ഡിപ്പെൻഡ്സ് ഓൺ പ്രസന്റ് സ്റ്റേറ്റ് ആൻഡ് നോട്ട് ഓൺ ദ പാസ്റ്റ് എന്ന രീതിയിലാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു മാർക്കോവ് ചെയിൻ എന്താണെന്ന് ഇപ്പൊ മനസ്സിലായി. എന്താണ് എ റാൻഡം പ്രോസസ് വിത്ത് ഡിസ്ക്രീറ്റ് ടൈം ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ് ഈ സെറ്റ് ടു ബി എ മാർക്കോവ് ചെയിൻ ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈ ദിസ് കണ്ടീഷണൽ പ്രോബിലിറ്റി. ഇത് ഈ പ്രോബിലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എക്സാമ്പിൾ നമുക്കിപ്പോ ഇവിടെ റെയിനി സീസൺ ആണല്ലോ ഇപ്പൊ ഇവിടെ. അപ്പൊ നമുക്ക് പിന്നെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഞാൻ xn denote whether on nth day എന്ന് ഡിഫൈൻ ചെയ്യുന്നു. xn എന്ന് പറയുന്ന വേരിയബിൾ ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? വെദർ ഓൺ nth day. വെദർ ഞാൻ രണ്ടെണ്ണം മാത്രമായിട്ട് എടുക്കുന്നുള്ളൂ. 0, 1. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിനി ഡേ ആണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ വെദർ എങ്കിൽ നമ്മൾ അതിന് 0 എന്നുള്ള വാല്യൂ ഉണ്ടും 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് റെയിൻ അല്ലെങ്കിൽ സണ്ണി എന്ന രീതിയിൽ എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നോട്ട് റെയിൻ. അപ്പൊ റെയിനി ആണെങ്കിൽ 0 എന്നുള്ള വാല്യൂ ഉണ്ടും നോട്ട് റെയിനി ആണെങ്കിൽ 1 എന്നുള്ള വാല്യൂ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ റാൻഡം വേരിയബിളിന് വെദർ ഓൺ nth ഡേ ആണല്ലോ നമ്മൾ xn ആയിട്ട് എടുത്തത്. അപ്പൊ xn എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന് നമുക്ക് രണ്ട് വാല്യൂ മാത്രമേ എപ്പോഴും ഉണ്ടാവുള്ളൂ, 0 അല്ലെങ്കിൽ 1. ഓക്കെ, അപ്പൊ നമ്മൾ ഈ xn എന്ന് പറയുന്നത് സീറോ 1 2 എക്സെട്ര ഇങ്ങനെ നമ്മൾ കുറെ ടൈമുകൾക്ക് ഒന്നിച്ച് കൺസിഡർ ചെയ്താൽ ഈ സെറ്റ് എന്തായിട്ട് പറയും, ഈ കളക്ഷൻ എന്തായിട്ട് പറയും? ഒരു റാൻഡം പ്രോസസ് അല്ലേ? കളക്ഷൻ xn വേർ n ഈക്വൽ ടു 0 1 2 എക്സെട്ര എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു റാൻഡം പ്രോസസ് ആയി. എങ്ങനെയുള്ള റാൻഡം പ്രോസസ്? ടൈം ഡിസ്ക്രീറ്റ് ആണ്. കാരണം n 0 1 2 എക്സെട്ര ആയതുകൊണ്ട് ഡിസ്ക്രീറ്റ് ടൈം റാൻഡം പ്രോസസ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഈ റാൻഡം വേരിയബിൾസിന്റെ ഒക്കെ വാല്യൂസ് എന്താണ് വരിക? ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 അല്ല. അതായത് അതിന്റെ സ്റ്റേറ്റ് സ്പേസ് എന്ന് പറയുന്നത് 0 1 എന്ന് പറയുന്ന ഒരു സെറ്റ് ആയിരിക്കും. ഇതിൽ ഈ രണ്ട് വാല്യൂ മാത്രമേ റാൻഡം വേരിയബിൾസിന്റെ വാല്യൂ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഈയും ഡിസ്ക്രീറ്റ് ടൈമും ഡിസ്ക്രീറ്റ്. അപ്പൊ ഡിസ്ക്രീറ്റ് ടൈം ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ് സ്പേസ് ആയിട്ടുള്ള ഒരു റാൻഡം പ്രോസസ് ആണത്. ഇനി നമുക്കിത് മാർക്കോവ് ചെയിൻ ആണോ എന്ന് നോക്കണം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഇതിലൊരു അസംഷൻ കൊടുക്കുകയാണ്. അതായത് ടുമോറോസ് വെദർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ പ്രസന്റ് ഡേയ്സ് വെദർ. അതായത് നമ്മളൊരു അസംഷൻ കൊടുക്കുന്നത്
നാളത്തെ കാലാവസ്ഥ ഇന്നത്തെ കാലാവസ്ഥനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, മാത്രം നാളത്തെ കാലാവസ്ഥ ഇന്നത്തെ കാലാവസ്ഥനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു വിചാരിക്കുക. ഓക്കെ, നോട്ട് ഓൺ ദ പാസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ റാൻഡം പ്രോസസ് ഒരു മാർക്കോവ് ചെയിൻ ആണെന്ന് പറയാം. ഓക്കെ, ടുമോറോസ് വെദർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ പ്രസന്റ് ഡേ ആൻഡ് നോട്ട് ഓൺ ദ പാസ്റ്റ് ഡേയ്സ് വെദർ എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതൊരു മാർക്കോവ് ചെയിൻ ആയിട്ട് കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് വേറെയും കുറെ എക്സാമ്പിളൊക്കെ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത എക്സ് എന്ന് പറയുന്നത് തൽക്കാലം ഇത് മതി. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇനി അടുത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അന്നേരമുള്ള എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് കുറെ നൊട്ടേഷൻസും വേറുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ നമുക്ക് ഇതിലുള്ള റാൻഡം പ്രോസസ് മാർക്കോവ് ചെയിൻ ആണെങ്കിലുള്ള ഈ ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് അതിലെ വാല്യൂസ് ആയ സ്റ്റേറ്റ്സുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ PIJയുടെ വാല്യൂസ് എല്ലാം കൂടി ചേർത്ത് ഒരു മെട്രിക്സ് ആയിട്ട് ഇതിന് എഴുതാൻ പറ്റും. ഉദാഹരണത്തിന് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ റാൻഡം പ്രോസസ് മാർക്കോവ് ചെയിനിനകത്തുള്ള രണ്ട് സെറ്റ് ടൈം സെറ്റ് 0, 1, 2 എക്സെട്ര എന്ന് എടുക്കാം. കാരണം ഡിസ്ക്രീറ്റ് ടൈം ആണല്ലോ, അപ്പൊ ടൈം 0, 1, 2 എക്സെട്ര. അതുകൂടാതെ സ്റ്റേറ്റ് സ്പേസും ഡിസ്ക്രീറ്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ് സ്പേസിന്റെ ആ സ്റ്റേറ്റ്സ് അതും തൽക്കാലം 0, 1, 2 എക്സെട്ര എന്ന് എടുക്കാം. അതായത് സ്റ്റേറ്റിന്റെ വാല്യൂസ് 0, 1, 2 എക്സെട്ര എന്ന് എടുക്കുക. ടൈമും അതേപോലെ 0, 1, 2 എക്സെട്ര എന്ന് എടുക്കുക. ഓക്കെ, അതായത് ഐന്റെ ജെന്റെ ഒക്കെ വാല്യൂ 0, 1, 2 എക്സെട്ര. ടൈമിന്റെ വാല്യൂ ആയ എന്നിന്റെ വാല്യൂസും 0, 1, 2 എക്സെട്ര എന്ന് എടുക്കുക. ഇനി ഈ കണ്ടീഷൻ അല്ലെങ്കിൽ ഈ നൊട്ടേഷൻ പ്രകാരം PIJ നമ്മൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ പ്രോബബിലിറ്റി ആയിട്ട് ഡിഫൈൻ ചെയ്തല്ലോ. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റിന്റെ വാല്യൂസ് ചെയ്ത് സ്റ്റേറ്റിന്റെ വാല്യൂ 0, 1, 2 എക്സെട്ര. എത്ര ഫൈനൈറ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ ഒരു ഫൈനൈറ്റ് മെട്രിക്സ് ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ ഒരു ഇൻഫിനിറ്റ് മെട്രിക്സ്. ഇവിടെ അതേപോലെ സ്റ്റേറ്റിന്റെ വാല്യൂ 0, 1, 2 എക്സെട്ര എഴുതുന്നു. എന്നിട്ട് 0 ഇപ്പൊ നമ്മൾ PIJ എഴുതിയിരിക്കുന്നത് എന്താണ്? പ്രസന്റ്ലി നൗ ഇൻ സ്റ്റേറ്റ് ആയി. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ് J ആണുള്ള പ്രോബിലിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ith സ്റ്റേറ്റിൽ നിന്ന് jth സ്റ്റേറ്റിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി. അതാണ് PIJ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇവിടെ 0 സ്റ്റേറ്റിലേക്ക് തന്നെ പോകാനുള്ള പ്രോബിലിറ്റി നമ്മൾ ഈ നൊട്ടേഷൻ പ്രകാരം കൊടുക്കുമ്പോൾ P00 എന്നല്ലേ വരിക. അടുത്തത് 0 സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേറ്റ് 1ലേക്ക് പോകാനുള്ള കണ്ടീഷൻ പ്രോബിലിറ്റി വാല്യൂ, അതായത് 0, 1 IJ എന്ന മോഡൽ ചെയ്തപ്പോൾ 0 ന്ന് 1ലേക്ക് പോകാനുള്ള. അടുത്തത് 0 ന്ന് 2ലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി എക്സെട്ര. അടുത്തത് ഇതേപോലെ P10, അതായത് സ്റ്റേറ്റ് 1 ന്ന് 0ലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി P11, P12 എക്സെട്ര. ഇങ്ങനെ നമ്മൾ ഇതിനെ ഈ പ്രോബിലിറ്റി വാല്യൂസിന് നമ്മൾ ഒരു മെട്രിക്സ് ഫോമിൽ ഇങ്ങനെ എഴുതിയാൽ ആ മെട്രിക്സിന് വിളിക്കുന്ന പേരാണെന്ത്? വൺ സ്റ്റെപ്പ് ഇതിനെ നമുക്ക് P കൊടുക്കാം. ഈ Pനെ വിളിക്കുന്ന പേര് ദിസ് ഈസ് കോൾഡ് വൺ സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ്. വൺ സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ്. എന്തുകൊണ്ടാണ് അതിനങ്ങനെ വിളിക്കുന്നത്? ഈ പ്രോബിലിറ്റിനെ PIJനെ നമ്മൾ വിളിക്കുന്ന വൺ സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബിലിറ്റി എന്നാണ്. അതായത് ഐയിൽ നിന്ന് ജെയിലേക്ക് ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ, അതായത് ഐ കഴിഞ്ഞ തൊട്ടടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ J ആണ് അല്ലെ സ്റ്റേറ്റ്. ഐയിൽ നിന്ന് ജെയിലേക്ക് 1 സ്റ്റെപ്പായിട്ട് പോകാനുള്ള പ്രോബിലിറ്റി, അതാണ് നമ്മൾ PIJ. ആ PIJയുടെ വാല്യൂസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത ഒരു മെട്രിക്സ് ആയിട്ട് എഴുതുന്ന ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് വൺ സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ് P. അപ്പൊ ഈ P എന്ന് പറയുന്ന മെട്രിക്സിനെ
കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ കാണാൻ പറ്റും. ഒന്നാമത്തെ പ്രോപ്പർട്ടി തന്നെ PIJയുടെ വാല്യൂ ഈ ഇതിലുള്ള എല്ലാ വാല്യൂസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലെ. എന്തുകൊണ്ടാണ് പ്രോബിലിറ്റി ആയത്? അത് മാത്രമല്ല പ്രോബിലിറ്റി ആയതുകൊണ്ട് തന്നെ അതെന്താണ് അതിന്റെ വാല്യൂ വരുന്നത് 0ക്കും 1നും ഇടക്ക് അല്ലെ. ഓക്കെ, 0ക്കും 1നും ഇടക്കായിരിക്കും. ഇനി അതുകൂടാതെ വേറൊരു പ്രോപ്പർട്ടി കൂടി സാറ്റിസ്ഫൈ. എന്താണ്? ഇപ്പൊ നമ്മൾ സ്റ്റേറ്റ് 0-ലാണെന്ന് വിചാരിക്കുക. അടുത്ത ടൈമിൽ ഒന്നെങ്കിൽ 0-ൽ തന്നെ കണ്ടിന്യൂ, അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റുകളായ 1ഓ 2ഓ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് പോകും അല്ലെ. ഇതിലേതെങ്കിലും ഒന്ന് ഷുവറായി സംഭവിക്കുമല്ലോ. ആ ഒരു പ്രോപ്പർട്ടി കാരണം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ റോയിലുള്ള പ്രോബിലിറ്റിയുടെ സമ്മ് എടുത്തു കഴിഞ്ഞാൽ 1 ആയിരിക്കും. ഇതിൽ ith റോയിലുള്ള റോ എലിമെന്റ്സിന്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജെ ആണുള്ള വേരിയന്റ്. PIJയിൽ I ഫിക്സ്ഡ്, J വേരി. അപ്പോൾ J ഈക്വൽ ടു 1 to infinity PIJ അതായിരിക്കും ആ റോയിലെ സമ്മ് വരിക. അത് 1 ആയിരിക്കും. ദിസ് ഈസ് ട്രൂ ഫോർ ഓൾ I, J. അപ്പൊ ഓരോ റോയിലെയും പ്രോബിലിറ്റി സമ്മ് 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ P എന്ന് പറഞ്ഞ മെട്രിക്സ് സാറ്റിസ്ഫൈ. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ വെതറിന്റെ ഒരു എക്സാമ്പിളിലുള്ള ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ് എന്താ വരുന്നത് നോക്കാം. അപ്പൊ അത് നമ്മള് രണ്ട് വെതറാണ് 0, 1. ഈ രണ്ട് വെതറാണ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്. 0 എന്ന റെയിനി, 1 എന്ന നോട്ട് റെയിനി. അപ്പൊ നമ്മള് P0 ലെറ്റ് ആ എക്സാമ്പിളില് P01 എന്ന് പറഞ്ഞാൽ എന്താ? നൗ ടുഡേ ഈസ് റെയിനി, ടുമോറോ നോട്ട് റെയിനി ആകാനുള്ള പ്രോബിലിറ്റി 0.5 എന്ന് വിചാരിക്കേ. അതേപോലെ P10 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ടുഡേ ഈസ് നോട്ട് റെയിനി, ടുമോറോ റെയിനി ആകാനുള്ള പ്രോബിലിറ്റി 0.1 വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ റെയിനി വെതറിന്റെ ട്രാൻസിഷൻ പ്രോബിലിറ്റി മോഡലിന്റെ ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ് വരുന്നത് ആകെ രണ്ട് സ്റ്റേറ്റ് അല്ലേ ഉള്ളൂ, 0, 1. ഓക്കെ, 0 നിന്ന് 0യിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി, അതായത് P00യുടെ വാല്യൂ. 0 നിന്ന് 1ലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി 0.5. 0 നിന്ന് 1ലേക്ക് അല്ലെങ്കിൽ പിന്നെ എങ്ങോട്ടേക്ക് പോവാം? 0 അല്ലെ, 0യിലേക്ക് തന്നെ. 0 ഒന്നെങ്കിൽ രണ്ട് സ്റ്റേറ്റ് ആണ് ഉള്ളത്, 0, 1. അപ്പൊ ഇപ്പോ വെതർ 0, തൊട്ടടുത്ത വെതർ 1 ആകാനുള്ള പ്രോബിലിറ്റി തന്നിട്ടുണ്ട്. അപ്പോ 1 അല്ലെങ്കിൽ പിന്നെ ഏതാണ് 0 തന്നെ ആയിരിക്കും. 0 നിന്ന് 0യിലേക്ക് തന്നെ പോകണം, അല്ലെങ്കിൽ 0 നിന്ന് 1ലേക്ക് പോകണം. ഈ പ്രോപ്പർട്ടി ഏതാണ് പറയുന്നത്? റോ സം ഈക്വൽ ടു 1 ആയിരിക്കണം അല്ലെ. അപ്പോ ഈ 0 നിന്ന് 1ലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി ഇവിടെ 0.5 തന്നിട്ടുണ്ടല്ലോ. അപ്പൊ 0 നിന്ന് 0യിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി വാല്യൂ എന്തായിരിക്കും? റോയുടെ സമ്മ 1 ആണെങ്കിൽ ഇവിടെ 0.5 തന്നെ വരണം അല്ലെ. അതായത് 0 നിന്ന് 0യിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി 0.5 ആയിരിക്കും. അപ്പോൾ അപ്പോഴാണ് ടോട്ടൽ സമ്മ് റോയുടെ 1 ആകുക. ഇനി അതേപോലെ 1 നിന്ന് 0യിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി 0.1 തന്നിട്ടുണ്ട്. അപ്പൊ ഈ വാല്യൂ എന്തായിരിക്കും? റോ സമ്മ് 1 ആവേണ്ടേ? റോ സമ്മ് വേണമെങ്കിൽ ഇത് 0.9 വരും. അതായത് 1 നിന്ന് 1ലേക്ക് തന്നെ പോകാനുള്ള പ്രോബിലിറ്റി, റാൻഡം പ്രോസസ് 1 നിന്ന് 1ലേക്ക് തന്നെ, മാർക്കോവ് ചെയിൻ 1 നിന്ന് 1ലേക്ക് തന്നെ പോകാനുള്ള പ്രോബിലിറ്റി 0.9. ഇതാണ് അതിന്റെ 1 സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ്. നമുക്കിനി അടുത്തത് ഈ മാർക്കോവ് ചെയിന്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണ് പറയുന്നത്. പ്രോബിലിറ്റി distribution of a Markov chain. Let xn n equal to 0, 1, 2, etc. be a Markov chain ഇതിലൊരു നൊട്ടേഷൻ കൊടുക്കുകയാണ്. ഇതില് പ്രോബബിലിറ്റി ഓഫ് xn ഈക്വൽ ടു I, കണ്ടീഷണൽ പ്രോബിലിറ്റി, ജസ്റ്റ് പ്രോബിലിറ്റി. ഇതെന്താ വായിക്കേണ്ടത്?
nth ടൈമില് ith സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി. ഈ ഒരു അൺകണ്ടീഷണൽ പ്രോബിലിറ്റി നമ്മൾ PIN നൊട്ടേഷൻ ശ്രദ്ധിക്കണേ, PIN സഫിക്സ് ആയിട്ട് I ആണ് കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ്, ഇവിടെ ഉള്ളിൽ n ടൈം. ഈ ഒരു പ്രോബിലിറ്റി നമ്മൾ PIN എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് PIN ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് xn ഈക്വൽ ടു I. ഇനി ഈ PIN വെച്ചിട്ട് ഞാൻ വേറൊരു വെക്ടർ, റോ വെക്ടർ, ഒരു റോ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. P ഓഫ് n എന്ന് പറയുന്ന റോ മെട്രിക്സ്, ഒരു റോ മാത്രമുള്ള മെട്രിക്സ്. അതിന്റെ ഉള്ളിലുള്ള എൻട്രീസ് എന്താണ്? ഈ PIN ആണ്. അതായത് I0 n ഫിക്സ് ചെയ്തു, ആദ്യത്തെ ടൈം 0 അല്ലേ, അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ് 0 അല്ലേ, P0n എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് ടൈം എന്നിൽ 0 സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി. ഇവിടെ സ്റ്റേറ്റ് ആണ്. ഇവിടെ അടുത്ത വാല്യൂ P1n, n ഫിക്സ്ഡ് ആണ്, അതുകൊണ്ട് ഇവിടെ I മാത്രമാണ് വേരി ചെയ്യുന്നത്, 0 ഇവിടെ 1, അതായത് അറ്റ് ടൈം എന്നിൽ 1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എക്സെട്രാ എന്നങ്ങനെ പോകും. ഓക്കെ, എത്ര സ്റ്റേറ്റ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഫൈനൈറ്റ് ആണെങ്കിൽ ഒരു ഫൈനൈറ്റ് ഒരു വെക്ടർ ഒരു റോ മെട്രിക്സ് ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ അത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു റോ മെട്രിക്സ്. ഇതാണ് P ഓഫ് n. ഇനി നമ്മള് വേറൊരു മെട്രിക്സും കൂടി ക്രിയേറ്റ് ചെയ്യുന്നു, P ഓഫ് 0. P ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? n എന്ന് പറഞ്ഞത് ടൈമിനെയാണ് അതിന്റെ n 0 ആയിട്ട് കൺസിഡർ ചെയ്യുക. n 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ ടൈം, ഏറ്റവും സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ടൈം ഏതാണ്? 0 ടൈം ആണല്ലോ. അപ്പൊ ഇനീഷ്യൽ ടൈമിലുള്ള ഈ P ഓഫ് 0 എന്താണെന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് എഴുതുന്നു. അതായത് അതിന്റെ ഉള്ളിലെ എൻട്രീസ് എന്തായിരിക്കും? P00, n 0 ആയിട്ട് എടുക്കും, P10 എക്സെട്രാ. ഈ P ഓഫ് 0 നമ്മൾ എന്ത് വിളിക്കും? This is called, this P of 0 is called, this P of 0 is called initial probability distribution. This P of 0 is called initial probability distribution. P of 0 നെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇനീഷ്യൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇനീഷ്യൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ P ഓഫ് 0യും P ഓഫ് n തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഈ P ഓഫ് 0 ഇനീഷ്യൽ ടൈമിലുള്ളതും ഇത് nth ടൈമിലുള്ള പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് P ഓഫ് n. ഓക്കെ, P ഓഫ് n എന്ന് പറഞ്ഞാൽ nth ടൈമിൽ വിവിധ സ്റ്റേറ്റുകൾ അച്ചീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി വാല്യൂസ്, ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ. ഇത് 0th ടൈമിൽ, ഇനീഷ്യൽ ടൈമിൽ വിവിധ സ്റ്റേറ്റുകൾ അച്ചീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇനിയുള്ള ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, the relation between P of n and P of 0 is this. P of n അതായത് nth ടൈമിലുള്ള പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മാർക്കോവ് ചെയിന്റെ is equal to P of n P of 0 into P raised to n. ഇതാണ് അതിന്റെ റിലേഷൻ. അതായത് നമുക്ക് വൺ സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ് P ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട്
nth ടൈമിലെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്കോവ് ചെയിൻ കമ്പ്യൂട്ട് ചെയ്യാൻ ഇനീഷ്യൽ ടൈമിലുള്ള പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ p റേസ് ടു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് നമുക്ക് അത് തമ്മിലുള്ള റിലേഷൻ കിട്ടുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ആ വെതറിന്റെ പ്രോബ്ലം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് മുന്നേ ഒരു റെയിനി വെതറിന്റെ അല്ലെങ്കിൽ ആ വെതറിന്റെ ഒരു പ്രോബ്ലത്തിലെ ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിരുന്നു. അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരുന്ന പ്രോബിലിറ്റി മെട്രിക്സ് ഇതായിരുന്നു 0.5, 0.5, 0.1, 0.9. ഓക്കെ, ഇത് നമുക്ക് ആ എക്സാമ്പിളിൽ. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് കൂടി ആവശ്യമുണ്ട്? PO0, അതായത് ഇനീഷ്യൽ ടൈമിലുള്ള പ്രോബിലിറ്റീസ് എന്താണ്, അതായത് 0 ടൈം സ്റ്റാർട്ടിംഗ് ടൈമിലുള്ള വിവിധ സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? സ്റ്റേറ്റ് 0ഉം 1ഉം, റെയിനി നോട്ട് റെയിനി ഡേ ആയുള്ള പ്രോബിലിറ്റി അത് നമുക്ക് 1ഉം 0 ആണ് തന്നിട്ടുള്ളത് വിചാരിക്കുക. അതായത് അറ്റ് ടൈം 0 റെയിനി ആകാനുള്ള പ്രോബിലിറ്റി അത് 1, അറ്റ് ടൈം 0 ആ ഡേ നോട്ട് റെയിനി ആകാനുള്ള പ്രോബിലിറ്റി 0. ഇത് രണ്ട് തന്നിട്ടുണ്ട് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ nth ടൈമിലുള്ള പ്രോബിലിറ്റി വിവിധ സ്റ്റേറ്റുകൾ അച്ചീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? P of n ന്റെ വാല്യൂ എന്താണെന്ന് പറഞ്ഞത്? PO0 ഇൻറ്റു P റേസ് ടു n അല്ലേ? അതായത് PO0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 0 ഇൻറ്റു ഈ മെട്രിക്സിന്റെ 0.5, 0.5, 0.1, 0.9 ഇതിന്റെ nth പവർ കണ്ടുപിടിച്ച് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായിരിക്കും കിട്ടുക. ഓക്കെ, അതിന് P(2) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ടൈം 2 എന്തായിരിക്കും കാണാൻ? 1, 0 ഇൻറ്റു 0.5, 0.5, 0.1, 0.9 ദിസ് റേസ് ടു 2 കമ്പ്യൂട്ട് ചെയ്താൽ മതി. അതേപോലെ P(3) ആണ് ദിസ് റേസ് ടു 3. അങ്ങനെ നമുക്ക് വിവിധ ടൈമിലുള്ള പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ബാക്കി അടുത്ത ക്ലാസ് ചെയ്യാം. ഓക്കെ.